ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂൺ കറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം കൂൺ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. കർക്കിടക മാസത്തിൽ ഒരു ഇടിയോട് കൂടിയ മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കൂണ് വിരിഞ്ഞിട്ടുണ്ടാവും എന്നാണ് മുതിർന്നവർ പറയാറുള്ളത്. അപ്പം നമ്മൾ മുതിർന്നവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഉണ്ടാവാറെന്ന് നമുക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇനി കൂണിൻ്റെ ആ മുകൾ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് തൊലി ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം ചീന്തി എടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കൂണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഈ കൂണുമ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ആ മണ്ണിൻ്റെ അംശമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കൂണിലേക്ക് ഇട്ട് കൊടുക്കുക. 6-7 അല്ലി വെളുത്തുള്ളി ചതക്കിയെടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടും. വെളുത്തുള്ളി ചതക്കിയത് കൂണിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂണിൻ്റെ വിഷമൊക്കെ ഇല്ലാതായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 20-30 മിനിറ്റോളം വേവണം. അപ്പോൾ നമ്മുടെ കൂണ് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കൂണ് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന കൂൺ കറിയാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.